I have to mention. മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ ഞാൻ ചോദിക്കുന്നത് ഒന്നുമില്ല. എന്താണ് പറഞ്ഞുങ്ങള്? അതാ പറയാൻ പോകുന്നല്ലേ? അങ്ങനെ ഒരു റൈറ്റ് എനിക്കില്ല. പറഞ്ഞോ അങ്ങ് കാം ഡൗൺ. പറഞ്ഞോ. എനിക്കൊരു റൈറ്റ് ഉണ്ടല്ലോ. സർ, ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ്. സർ, അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു. റോജി എം ജോൺ അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. വലിയ ചർച്ചയായ കസ്റ്റഡി മർദ്ദനങ്ങളിലായിരുന്നു നിയമസഭയിൽ ഇത്രയും നേരം അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നിരുന്നത്. ഇതിപ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് നിയമസഭ. ആർ റോഷിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, 12 മണിക്ക് തുടങ്ങി, അതായത് 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതിന് ശേഷം സഭ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഈ വിഷയത്തിൽ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുകയാണ്. ഒപ്പം എങ്ങനെയാണ് സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന് എത്രത്തോളം ശക്തമായി വിഷയം ഉയർത്താനായി? മുഖ്യമന്ത്രിയുടെ മറുപടി എത്രത്തോളം തൃപ്തികരമായിരുന്നു പ്രതിപക്ഷത്തിന്? അതിന് കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ UDF സർക്കാരിന്റെ ഭരണകാലത്തുള്ള ഓരോ വിഷയങ്ങളും, കസ്റ്റഡി മർദ്ദനങ്ങളും പോലീസിന്റെ അതിക്രമങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം അടിയന്തരാവസ്ഥ കാലത്തെ പോലീസിന്റെ മർദ്ദനങ്ങൾ അടക്കമാണ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. ഏതാണ്ട് 2.5 മണിക്കൂറിലേറെ നീണ്ട ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം പ്രഖ്യാപിച്ചത്. അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ്, അതും നിയമസഭാ കവാടത്തിലാണ്. നിർണായക നീക്കമാണ് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ MLA-മാർ നിയമസഭാ കവാടത്തിൽ സമരം നടത്തും, സത്യാഗ്രഹ സമരം നടത്തുമെന്ന പ്രഖ്യാപനമാണ്. ഇന്ന് TJ സനീഷ് കുമാർ MLA-യും AK അഷ്റഫ് MLA-യുമാണ് സത്യാഗ്രഹ സമരം തുടങ്ങുന്നത്. ഏതായാലും നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷാംഗങ്ങൾ ഒന്നാകെ സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടന്ന പോലീസ് അതിക്രമം ഉൾപ്പെടെ അതിനുശേഷം പുറത്തുവന്ന സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ MLA-മാർ സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് തയ്യാറെടുക്കുന്നത്. അത് അങ്ങനെ ഒരു വ്യത്യസ്തമായ സമരമുഖത്തിനാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇവിടെ സമരമുഖത്തിന് തുറന്നിരിക്കുകയാണ്. ഇനി സഭയ്ക്ക് പുറത്തേക്കും ഈ സമരം വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കുന്നു. അത് സഭയിൽ തന്നെ സമരം തുടങ്ങുന്നു. തൊട്ടുപിന്നാലെ ഇനി സഭയ്ക്ക് പുറത്തേക്കും ആ സമരം വ്യാപിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത് അവരെ പുറത്താക്കുന്നവരെയുള്ള സമരത്തിനാണ് കോൺഗ്രസ് നേതൃത്വം തുടക്കമിടുന്നത്. അതാണ് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. ശക്തമായ വിമർശനമാണ് പോലീസിന്റെ ഭാഗത്ത്. മുഖ്യമന്ത്രിയാണ് പോലീസുകാർക്ക് സംരക്ഷണം നൽകുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചത്. അതേസമയം ഇത് ആദ്യമല്ല ഇങ്ങനെ പോലീസിന്റെ ഭാഗത്ത് ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടാകുന്നതെന്ന ന്യായീകരണം ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ ഉണ്ടായ മർദ്ദനങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ഉണ്ടായ പോലീസ് മർദ്ദനങ്ങൾ ഉൾപ്പെടെ ഭരണകക്ഷി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട എണ്ണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഏതായാലും ശക്തമായ നിലപാട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഇപ്പോൾ സഭാ കവാടത്തിൽ ആരംഭിച്ചിരിക്കുന്ന പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹം. ആര്യ.